നമസ്കാരം. ഈ ദിവസത്തെ സമഗ്ര വാർത്തകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് സർക്കാരിന്റെ കൈത്താങ്ങ്. ദുരന്തബാധിതരുടെ വായ്പകൾ സർക്കാർ ഏറ്റെടുക്കും. 10 ലക്ഷത്തിന് മുകളിലും താഴെയുമുള്ള കടങ്ങൾ എഴുതിത്തള്ളുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. 555 പേരുടെ 1620 ലോണുകളാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. ഇന്നിപ്പോ വയനാട് ജില്ലാ കളക്ടർ പറഞ്ഞതനുസരിച്ച് അവിടുത്തെ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യരുടെ 18,75,69,037 രൂപ 90 പൈസ, കൃത്യം കണക്കതാണ്. ആ കടങ്ങൾ പൂർണ്ണമായും 18,75,69,037 രൂപ 90 പൈസ എന്ന അവിടെ നിന്ന് ലഭ്യമായ കടങ്ങൾ പൂർണ്ണമായിട്ടും എഴുതി തള്ളുക എന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നമ്മൾ നടത്തിയിട്ടുള്ളത്. ആ പണം പൂർണ്ണമായിട്ടും സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ചുകൊണ്ട് വയനാട് ചൂരൽമല ദുരന്തത്തിന്റെ ദുരന്തബാധിതരായിട്ടുള്ള മുഴുവൻ പേരുടെയും വായ്പയുമായി ബന്ധപ്പെട്ട കടങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയാണ്. വിവരങ്ങളുമായി റിനു ശ്രീധരാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, കാലങ്ങളായി മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ആവശ്യമാണിത്. ഇപ്പോൾ 555 പേരുടെ വായ്പകൾ സർക്കാർ എഴുതി തള്ളുന്നു എന്നുള്ളതാണ്, സർക്കാർ അത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ ഇതിലൊരു തീരുമാനം കൈക്കൊള്ളാത്ത സാഹചര്യത്തിലാണോ സംസ്ഥാന സർക്കാർ ഈ ബാധ്യത പൂർണ്ണമായും ഏറ്റെടുക്കുന്നത്? പ്രവിധ, മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ വലിയ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ തന്നെ ഉണ്ടായതാണ്. കേരള സർക്കാർ അതിന്റെ ചില നിയമവശങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. വിവിധ തവണ ആ അപേക്ഷയിന്മേൽ ഒരു ഓർമ്മപ്പെടുത്തൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. പക്ഷേ ഹൈക്കോടതിയെ സോളിസിറ്റർ ജനറൽ അറിയിച്ചത്, കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി അറിയിച്ചത്, അതിനുള്ള ഒരു വ്യവസ്ഥ കേന്ദ്ര സർക്കാരിന് ഇല്ല എന്നുള്ളതാണ്, എഴുതിത്തള്ളാൻ കഴിയില്ല എന്നുള്ളതാണ്, കേന്ദ്ര സർക്കാരിന്റെ പരിധി വരുന്ന കാര്യമല്ല എന്നുള്ളതാണ്. ഇതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഏകദേശം 555 പേരുടെ 1620ഓളം വായ്പകൾ ആ കടം സർക്കാർ ഏറ്റെടുക്കുവാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മന്ത്രിസഭാ യോഗത്തിന്റെ നിർണായകമായിട്ടുള്ള തീരുമാനം. അങ്ങനെ നോക്കുകയാണെങ്കിൽ 18.75 കോടി രൂപയുടെ വായ്പയാണ് ആകെ വരിക. ഇത് പൂർണ്ണമായി സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ബാങ്കുകൾക്ക് നൽകുവാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനാണ് മന്ത്രിസഭാ യോഗത്തിനു ശേഷം വാർത്താ സമ്മേളനത്തിലൂടെ ഇക്കാര്യം അറിയിച്ചത്. പ്രവിധ, ശരി. എന്തായാലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 555 പേരുടെ, അതായത് മുഴുവൻ പേരുടെയും വായ്പ സർക്കാർ ഏറ്റെടുക്കുന്നു എന്നുള്ള വിവരമാണ് റിനു ശ്രീധർ പങ്കുവച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളിയിൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുരാരി ബാബു ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകി. ഫെബ്രുവരി ആദ്യവാരം ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിതിൻ അംബുജനാണ് വിവരങ്ങളുമായി ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. നിതിൻ, മുൻപ് മുരാരി ബാബു ഉൾപ്പെടെയുള്ള പ്രതികളുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണോ ഇതിന്റെ പിൻബലത്തിൽ കൂടിയാണോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത്? പരിശോധന നടത്തിയത്. ഇതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് ഇ.ഡി. കടന്നിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള കേസിൽ നിലവിൽ ഇപ്പോൾ മുരാരി ബാബു മാത്രമാണ് പുറത്തുള്ളത്. സ്വാഭാവിക ജാമ്യം ലഭിച്ചതിന് പിന്നാലെ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാനാണ് ഇ.ഡി. ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ നടപടിയിൽ കടന്ന ഇ.ഡി. ഇപ്പോൾ മുരാരി ബാബു ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് കൈമാറിയതായാണ് വിവരം. ഫെബ്രുവരി ആദ്യവാരം ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുരാരി ബാബു ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ കൃത്യമായ പങ്ക് ഉണ്ടെന്ന് നേരത്തെ തന്നെ SIT കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് മുരാരി ബാബു ഉൾപ്പെടെയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും അതിനുശേഷമുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. എന്തായാലും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് നടത്തിയ സാമ്പത്തിക ഇടപാടായിരിക്കും ഇ.ഡി. ചോദ്യം ചെയ്യുക. നേരത്തെ ഇ.ഡി. നടത്തിയ പരിശോധനയിൽ ബാങ്ക് രേഖകളും അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകളും പിടിച്ചെടുത്തിരുന്നു. ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്താനാണ് ഇപ്പോൾ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തിയ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയായ മുരാരി ബാബുവാണ്. സ്വാഭാവികമായിട്ടും ഒരു വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഇതിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും കേസിലെ കള്ളപ്പണ ഇടപാടാണ് ഇ.ഡി. അന്വേഷിക്കുന്നത്. മുരാരി ബാബു ഇപ്പോൾ ഒന്നാം പ്രതി മാത്രമായിട്ടാണോ സാമ്പത്തിക ഇടപാടല്ല മറ്റേതൊരു പ്രതികളുമായി സാമ്പത്തിക ഇടപാടുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി അന്വേഷിക്കണം. ഇതിന്റെ ഒരു നടപടിയായിട്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടപടിക്കുന്നതിലും ഇ.ഡി. കടന്നിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഇ.ഡി. മുരാരി ബാബു നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഫെബ്രുവരി ആദ്യവാരം എന്തായാലും മുരാരി ബാബു ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിനു ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിലാണ് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. വിവരങ്ങളാണ് നിതിൻ അംബുജൻ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. കെ റെയിലിന് പകരം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിവേഗ റെയിൽ പദ്ധതിയുമായി വീണ്ടും സംസ്ഥാന സർക്കാർ 583 കിലോമീറ്റർ നീള
കേരളത്തിൽ റീജിയണൽ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം പദ്ധതി നടപ്പാക്കാൻ മന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകാരം നൽകി. പദ്ധതിക്കായി സംസ്ഥാനത്തിന്റെ താൽപര്യം അറിയിച്ച് കേന്ദ്ര സർക്കാരിന് കത്തയക്കും. റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. റിനു, മുൻപ് കേരയിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ല. ഈ സാഹചര്യത്തിലാണോ ഇപ്പോൾ ഇത്തരത്തിലൊരു പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരുന്നത്? കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ടോ? പ്രവിത, നമുക്കറിയാം സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉയർന്ന വേഗതയിലുള്ള റെയിൽ കണക്ടിവിറ്റി ലക്ഷ്യമിട്ട കെ റെയിൽ പദ്ധതി. ഇതിന് തത്വത്തിൽ സാങ്കേതികപരമായിട്ടുള്ള ഒരു അനുമതി ലഭിച്ചിരുന്നില്ല. ഒപ്പം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് തത്വത്തിൽ ഇന്ന് മന്ത്രിസഭാ യോഗം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിവേഗ റെയിൽ പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അംഗീകാരം നൽകിയിരിക്കുന്നത്. പദ്ധതി സംസ്ഥാനത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി എന്നുകൂടി നമുക്ക് കൂട്ടിച്ചേർക്കാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താല്പര്യം അറിയിച്ച് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോവുകയും ഗതാഗത വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചുമതല മന്ത്രിസഭാ യോഗം നൽകുകയും ചെയ്തു. എന്തായാലും കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾക്ക് ശേഷം കേന്ദ്രത്തിന്റെ തത്വത്തിലുള്ള അനുമതി ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും ധാരണാപത്രത്തിൽ ഏർപ്പെടുക. പദ്ധതിയുടെ സാങ്കേതിക സാമ്പത്തിക കാര്യങ്ങൾ, വായ്പാ സ്രോതസ്സുകൾ എന്നിവ സംബന്ധിച്ച് അന്തിമ അനുമതി നൽകുന്നതിനും ഗതാഗത വകുപ്പ് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കും എന്നുള്ള ഒരു വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും കേന്ദ്ര റെയിൽവേ മന്ത്രി അടക്കം സർക്കാരുമായി സംസാരിച്ചപ്പോൾ, അതായത് കേരളത്തിൽ എത്തിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനുകൂല നിലപാട് സ്വീകരിക്കാമെന്ന് അറിയിച്ചിരുന്നു. തുടർന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നീക്കം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. എന്തായാലും പദ്ധതി ചെലവിന്റെ 20% സംസ്ഥാന സർക്കാരും 20% കേന്ദ്ര സർക്കാരും ശേഷിക്കുന്ന 60% അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ദീർഘകാല വായ്പ എന്ന നിലയിലാണ് ഇപ്പോൾ നിലവിൽ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര അനുമതി ലഭിച്ചെങ്കിൽ മാത്രമേ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകൂ. പ്രവിധ. ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. കേരളിന് പകരം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിവേഗ റെയിൽ പദ്ധതിയുമായി വീണ്ടും സംസ്ഥാന സർക്കാർ രംഗത്ത് വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് റിനു പങ്കുവച്ചത്. മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഓൺലൈൻ തട്ടിപ്പിന് ഇരയാക്കാൻ ശ്രമം. മുംബൈ പോലീസിന്റെ പേരിൽ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. ഡിജിപിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. ടോബി ജോൺസൺ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. ടോബി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻ ആഭ്യന്തരമന്ത്രിയാണ്, MLA ആണെന്നൊക്കെ അറിയാതെ ആയിരിക്കാമല്ലോ ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം എത്തിയത്. എന്താണ് സംഭവിച്ചത്? തീർച്ചയായിട്ടും പ്രവിധ, മുംബൈയിൽ നിന്നുമുള്ള പോലീസാണെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു ഫോൺ കോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അതിനുശേഷം താങ്കളുടെ പേരിൽ ഒരു മൊബൈൽ നമ്പർ എടുത്തിട്ടുണ്ട്, അതിന്റെ വിശദാംശങ്ങൾ അയച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ടതോടുകൂടി ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുമെന്ന് പറഞ്ഞ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഫോൺ കട്ട് ചെയ്യുകയും DGPക്ക് നേരത്തെ ഫോണിൽ ഒരു ബന്ധപ്പെട്ടൊരു പരാതി നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നേരിട്ടെത്തി ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മുൻ കേന്ദ്രമന്ത്രിയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവും MLAയുമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന് പോലും ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ ഓൺലൈൻ തട്ടിപ്പ് സംഘം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു. ശരി, ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് ഓൺലൈൻ തട്ടിപ്പിന് ഇരയാക്കാൻ ശ്രമിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് ടോബി ജോൺസൺ നൽകുന്ന വിവരം. തിരുവനന്തപുരത്ത് ഫ്ലക്സ് സ്ഥാപിച്ചതിന് BJPക്ക് ഫൈൻ അടിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ റവന്യൂ ഓഫീസർക്കെതിരെ നടപടി. റവന്യൂ ഓഫീസർ ഷൈനിയെ കൌൺസിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാറ്റി. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സുരേഷ് കുമാറിനെയും സ്ഥലം മാറ്റിയിട്ടുണ്ട്. റിനു ശ്രീധർ ചൊരികയാണ് ഒരിക്കൽ കൂടി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. റിനു, ഇതൊരു ശിക്ഷാ നടപടി എന്നതിനപ്പുറം ഇതിൽ മറ്റ് മാനങ്ങൾ എന്താണ്? വിവരങ്ങൾ എങ്ങനെ? പ്രവിധ, തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നഗരത്തിൽ ഉടനീളം ഹൈക്കോടതി നിർദ്ദേശം പോലും ലംഘിച്ചുകൊണ്ട് BJP ഫ്ലെക്സും തോരണങ്ങളും ഒക്കെ തന്നെ കെട്ടിയത്. 2 മണിക്കൂറിനകം അത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടറി BJP ജില്ലാ അധ്യക്ഷന് കരമന ജയന് കത്ത് നൽകുകയും ചെയ്തു. പക്ഷേ മാറ്റുവാൻ വേണ്ടി തയ്യാറായില്ല. തുടർന്നാണ് നഗരസഭ അവർക്ക് പിഴ ഈടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. ഇന്നും മേയർ കരമന ജയനുമായി സംബന്ധിച്ചൊരു വേദിയിൽ ഇരുന്ന് ഭരണം വേറെ നിയമം വേറെ എന്നുള്ള ഒരു ചർച്ചയൊക്കെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനിടെ ഈ പിഴ ഈടാക്കുവാൻ വേണ്ടി ഉത്തരവിട്ട റവന്യൂ ഉദ്യോഗസ്ഥ, അതായത് റവന്യൂ ഓഫീസർക്കെതിരെ ഒരു പ്രതികാര നടപടി എന്നോളം സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത്. നഗരസഭയിൽ തന്നെ ഒരു സ്ഥാനം മാറ്റത്തിലേക്കാണ് ഇപ്പോൾ നഗരസഭ ഭരണസമിതി കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. റവന്യൂ ഓഫീസർ ഷൈനിയെ കൗൺസിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പോലീസ് പോലും കരമന ജയനെതിരെ, BJP ജില്ലാ അധ്യക്ഷനെതിരെ ഈ ഫ്ലെക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നഗരസഭയുടെ പരാതിയെ തുടർന്ന് കേസെടുക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഈ ഒരു
ജീവനക്കാരി കാരണമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ വിലയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ NGO യൂണിയൻ, അതായത് ഇടത് സംഘടനാ നേതാവിനും സ്ഥലം മാറ്റമുണ്ട്. NGO യൂണിയൻ സെക്രട്ടറി സുരേഷിനെയും സ്ഥലം മാറ്റിയിട്ടുണ്ട്. പ്രവിധ, റീനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടെ വാർത്താമഴയുടെ സമയം പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.